വീക്ക് മാർക്കറ്റിലും സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഏഞ്ചൽ വൺ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഏഞ്ചൽ വൺ 4% ഉയർന്ന് 2716 ക്ലോസിംഗ് നൽകി. 25,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 19.7, ഡിവിഡൻഡ് yield 1.8%, 52 വീക്ക് ഹൈ 3896, 52 വീക്ക് ലോ 1824, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 6% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഇയർ ടിൽ ഡേറ്റിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 24% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതായത് ഓൾ ടൈം ഹൈയിലെത്തിയതിനു ശേഷം സ്റ്റോക്ക് ഒരു വലിയ കറക്ഷനിലേക്ക് നീങ്ങുകയും കറക്ഷൻ ഫേസിൽ നിന്നും സ്ട്രോങ് റിക്കവറി സിഗ്നൽ സ്റ്റോക്ക് കാണിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഇൻവെസ്റ്റെക് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 19% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 7% ഉയരുകയും ചെയ്തു. റീസെൻ്റ്ലി മാർക്കറ്റ് റെഗുലേറ്ററായ സെബി എഫ് നോംസ് ടൈറ്റൻ ചെയ്തിട്ടും അതിൻ്റെ ഇമ്പാക്റ്റും ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. സെബി പരിഷ്കരിച്ച ചില എഫ് നോംസ് മാർക്കറ്റിൽ ലോവർ ഇമ്പാക്റ്റ് ചെലുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഞ്ചൽ വൺ പോലുള്ള സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇൻവെസ്റ്റെക് സ്റ്റോക്കിന് 3000 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ഏഞ്ചൽ വണ്ണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കൂടി വരാൻ പോവുകയാണ്. സാധാരണ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുക. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 36% വർദ്ധിച്ച് 297 കോടിയും റവന്യൂ 74% വർദ്ധിച്ച് 1394 കോടിയായി ഉയരുകയും ചെയ്തിരുന്നു. കമ്പനിയുടെ എബിറ്റയിൽ 49% വർധനവ് കമ്പനി നേടുകയും ചെയ്തു. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, കമ്പനി സീറോ ബ്രോക്കേജ് മോഡൽ അവസാനിപ്പിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഇനി മുതൽ ഏഞ്ചൽ വൺ വഴി ഷെയറുകൾ വാങ്ങുന്നതിനും നമ്മൾ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. സീറോദ പോലുള്ള കമ്പനികൾ ഫോളോ ചെയ്തു വന്ന സീറോ ബ്രോക്കേജ് എന്ന കൺസെപ്റ്റാണ് ഏഞ്ചൽ വൺ എന്ന കമ്പനി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും ഏഞ്ചൽ വൺ എന്ന കമ്പനിയുടെ റവന്യൂ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഡെലിവറി ട്രാൻസാക്ഷന് 20 രൂപയുടെ ഫ്ലാറ്റ് റേറ്റോ അല്ലെങ്കിൽ പ്രീമിയം വാല്യൂവിൻ്റെ 0.1% പ്ലസ് GST റേറ്റോ നൽകി വേണം നമ്മൾ ഷെയറുകൾ വാങ്ങാൻ. എന്നാൽ സീറോദ പോലുള്ള കമ്പനികൾ അവരുടെ സീറോ ബ്രോക്കേജ് പോളിസി തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ സീറോദ പ്രൈസ് ചാർജ് നടത്തില്ല എന്നും കമ്പനിയുടെ CEO അറിയിച്ചിട്ടുണ്ട്. HDFC സെക്യൂരിറ്റീസും അപ്സ്റ്റോക്കും അവരുടെ ബ്രോക്കേജ് ചാർജസിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഏഞ്ചൽ വൺ ആണ് ബ്രോക്കേജ് പോളിസിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച NSE BSE പോലുള്ള എക്സ്ചേഞ്ചുകൾ ട്രാൻസാക്ഷൻ ചാർജ് സ്ലാബ് വൈസ് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഞ്ചൽ വണ്ണും അവരുടെ ബ്രോക്കേജ് സ്ട്രക്ചർ റിവൈസ് ചെയ്തിരിക്കുന്നത്. സീറോദ വഴിയുള്ള ട്രാൻസാക്ഷൻ ചാർജസിൽ കുറവ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ട്രാൻസാക്ഷൻ ചാർജ് 0.0495% നിന്നും 0.0359% കുറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിൻ്റെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ക്യാഷ് സെഗ്മെൻറ്റിൽ 0.02997%, ഫ്യൂച്ചർ സെഗ്മെൻറ്റിൽ 0.097%. ടെക്നിക്കലി ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു സമയത്ത് 3900 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 2200 വരെ ഇടിയുകയും 2200 നിന്നും സ്റ്റോക്കിൽ റിവേഴ്സൽ വരികയും 2500 മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി ആ റിവേഴ്സൽ കൺഫേം ചെയ്യുകയും ചെയ്തു. സ്റ്റോക്ക് ഇപ്പോൾ 2750 ട്രേഡ് ചെയ്യുന്നു. 2750 വീക്കിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കും. ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റോക്ക് 3000, 3100 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. സ്റ്റോക്കിൽ ഒരു ഇമ്മീഡിയറ്റ് കറക്ഷൻ വന്നാൽ തന്നെ 2500 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സ്റ്റോക്ക് ആംബർ എൻ്റർപ്രൈസസ് ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6% ഉയർന്ന് 5155 ക്ലോസിംഗ് നൽകി. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 109, 52 വീക്ക് ഹൈ 5361, 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. റീസെൻ്റ്ലി കെയറൻ ഹീറ്റ് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ മികച്ച ലിസ്റ്റിംഗ് നേടിയതിൻ്റെ പശ്ചാത്തലത്തിൽ എയർ കണ്ടീഷനിങ് സൊല്യൂഷൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ആംബർ എൻ്റർപ്രൈസസ് എന്ന കമ്പനി എയർ കണ്ടീഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളും മറ്റ് എയർ കണ്ടീഷൻ കമ്പോണൻറ്റുകളും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. റീസെൻ്റ്ലി ഈ കമ്പനി ആംബർ PR ടെക്നോപ്ലാസ്റ്റ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുകയും ചെയ്തു. ആംബർ PR ടെക്നോപ്ലാസ്റ്റ് എന്ന കമ്പനി ഓട്ടോമോട്ടീവ്, ഇലക്ട്രിക്കൽ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് ആവശ്യമായ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. കമ്പനി ഡിസൈൻ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും പ്രിസിഷൻ ആപ്ലിക്കേഷൻസിന് ആവശ്യമായ പ്ലാസ്റ്റിക് കമ്പോണൻറ്റുകളും നിർമ്മിക്കുന്നുണ്ട്.
ഇതിൻ്റെ ഈ ഒരു അക്വിസിഷൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷൻ ഉയർന്നിട്ടുണ്ട്, ബിസിനസ് പ്രോസസ്സിൻ്റെ യൂട്ടിലൈസേഷനും ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഇൻഡസ്ട്രി പിയറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിക്ക് ഒരൽപ്പം മെജോറിറ്റിയും ലഭിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ച് ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ആംബറിന് ബൈ എന്ന റേറ്റിംഗും 19% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകി. ഇന്ത്യൻ AC സെഗ്മെൻറ്റ് ഇപ്പോഴും അണ്ടർ പെനട്രേഷനാണ്. വരും സമയങ്ങളിൽ കൂടുതൽ പെനട്രേഷൻ വരാൻ ഉള്ളതുകൊണ്ട് 30% CAGR ഗ്രോത്ത് AC സെഗ്മെൻറ്റിൽ പ്രതീക്ഷിക്കാമെന്ന് ഷേർഖാൻ എന്ന ബ്രോക്കേജ് ഏജൻസിയും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആംബർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നത്. ആംബർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ 5163 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 5100 ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. ഇവിടെ നിന്നും സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് കൺഫേം ആവുകയാണെങ്കിൽ സ്റ്റോക്ക് 5500, 6000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ 4900 ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് ലോസും ഇനി സ്വിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായ 4500 സ്റ്റോപ്പ് ലോസുമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സപ്പോർട്ടിൽ സ്റ്റോക്കിലെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 4500 സ്റ്റോക്ക് എത്തുമ്പോൾ അവിടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് പോളിക്യാബ് എന്ന സ്റ്റോക്കിലും ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ എൻ്റെ മാർക്കറ്റിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും കറക്റ്റായിട്ടും പോളിക്യാബ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം ഇൻടാക്റ്റ് ആയിരുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള ആൻറ്റിസിപ്പേഷൻ തന്നെയാണ് പോളിക്യാബ് എന്ന സ്റ്റോക്കിനെയും മുന്നോട്ട് നയിക്കുന്നത്. റീസെൻ്റ്ലി പോളിക്യാബ് 7340 ട്രേഡ് ചെയ്യുന്നു. കൂടാതെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 7350 സ്റ്റോക്കിൽ ഒരു റെസിസ്റ്റൻസും ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വരാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. ഏകദേശം 1000 മുതൽ 1500 പോയിന്റിൻ്റെ അപ്സൈഡ് പോളിക്യാബ് എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നാൽ പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് ചിലപ്പോൾ 8000, 8500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 7000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും 7000 താഴെ സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാം. അതല്ല സ്റ്റോക്കിന് സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 6780, 6500 തുടങ്ങിയ ലെവലുകളെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്